അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ഏതൊരു വ്യക്തിയെയും വിജയിപ്പിക്കുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലെ ഏറ്റവും വലിയ അത്ഭുതമായി സ്മാർട്ട് വേ മാറിക്കഴിഞ്ഞു. 2.5 വർഷം കൊണ്ട് 20 വർഷം പാരമ്പര്യമുള്ള കമ്പനികളെക്കാൾ വലിയ നേട്ടങ്ങളും അച്ചീവ്മെൻറ്റുകളും ക്രിയേറ്റ് ചെയ്തൊരു കമ്പനിയാണ് സ്മാർട്ട് വേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പുത്തൻ ആശയം വളരെ സ്വതസിദ്ധമായ ശൈലി ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് സ്മാർട്ട് വേയുടെ ഏറ്റവും വലിയ വിജയം. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും ഓൺലൈൻ ഷോപ്പിങ്ങും ഡിജിറ്റൽ ട്രാൻസാക്ഷനും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ടാണ് സ്മാർട്ട് വേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നൊരു ഓൺലൈൻ ലോകത്ത് ഓൺലൈനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള ഒരു ഓർഗനൈസേഷനായി സ്മാർട്ട് വേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ എന്തിനാണ് ആ മേഖല എന്നുള്ളതും ആ മേഖലയിൽ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയും വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഒരിക്കലും ഒരു ബിസിനസ് എന്നുള്ളത് ഭാഗ്യപരീക്ഷണമല്ല. കഴിവും തൻ്റെ ഇടവും ആർജവുമുള്ള വ്യക്തികൾക്ക് വിജയിക്കാൻ പറ്റുന്ന മേഖല മാത്രമാണ് ബിസിനസ് മേഖല. പലപ്പോഴും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ പരാജയപ്പെടുന്ന വ്യക്തികൾ മറ്റുള്ളവരെ പഴിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഈ ബിസിനസ്സിൽ ഞാൻ മറ്റൊരാളെ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതാണ് എന്ന് തന്നെയാണ്. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ വന്നത് മറ്റൊരാളെ കണ്ടുകൊണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് ഈ മേഖലയിൽ വന്നു നിൽക്കുന്ന ഏത് വ്യക്തിക്കും അറിയാം ഇത് എൻ്റെ ബിസിനസ്സാണ് എന്നുള്ളത്. ഈ ബിസിനസ്സിൽ വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിജയിക്കുമെന്നൊരു ഉറപ്പ് മാത്രമാണ് ഒരു മേഖല നമുക്ക് തരേണ്ടത്. അത് സ്മാർട്ട് വേ തന്നു കഴിഞ്ഞു. 150-ലധികം അച്ചീവേഴ്സിനെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു കമ്പനിയാണ് സ്മാർട്ട് വേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ആ കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി 100% ട്രാൻസ്പെറൻ്റ് ആണെന്നും ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഇന്ന് ലോകത്ത് 50 വർഷങ്ങളായിട്ട് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മേഖല. ലോകത്തെ പ്രശസ്തരായ എക്കണോമിസ്റ്റുകൾ മുഴുവൻ ഈ മേഖലയെപ്പറ്റി വളരെ ശക്തമായ രീതിയിൽ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനായ പോൾസൺ പിൽസറും ലോകത്തിൽ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റുകൾ ഒരാളായ റോബർട്ട് കിയോസാക്കിയും വാറൻ ബുഫേയും തുടങ്ങിയ ലോകത്തിലെ പ്രശസ്തരായ ആളുകൾ മുഴുവൻ പറയുന്നു 21ാം സെഞ്ചുറിയുടെ ഏറ്റവും വലിയ ബിസിനസ്സായിരിക്കും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ആ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ തുടക്കമാണ് ഇന്ത്യയിൽ ലഭിച്ചിരിക്കുന്നത്. 1990-കളിൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്നെങ്കിലും ഈ മേഖലയെ എന്താണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങളും സർക്കാരും വൈകിയതുമൂലം 2016 കൂടിയിട്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഗൈഡ് ലൈനുമായിട്ട് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റ് ഗവൺമെൻറ് തിരുവനന്തപുരത്ത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചുകൂട്ടിയ പ്രോഗ്രാമിൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രി തിലോത്തമൻ സാറും IAS ഉദ്യോഗസ്ഥരും പോലീസ് മേധാവികളും ഒന്നടങ്കം ഒരു നോഡൽ ഓഫീസ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നു. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ കേരള സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുള്ള കാരണം തന്നെ അവർ വ്യക്തമായിട്ട് പറയുന്നു. 1, തൊഴിലില്ലായ്മയ്ക്കുള്ള ഏറ്റവും വലിയ പരിഹാരമായിരിക്കും ഈ മേഖല. 2, ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ടാക്സ് വരാൻ പോകുന്ന മേഖലയായിട്ട് ഈ മേഖല മാറും. 3, സാധാരണക്കാരനൊരു സെൽഫ് എഡ്യൂക്കേഷൻ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മേഖല. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഗവൺമെൻറ് ഈ മേഖലയെ 100% പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. CITU, AITUC, INTUC, BMS, STU തുടങ്ങി കേരളത്തിലെ പ്രമുഖരായ 5 രാഷ്ട്രീയ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകളും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് തൊഴിലാളികളെ ചേർത്ത് വെച്ച് കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇതൊരു നല്ല സമയമാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു സാധാരണക്കാരനെ എങ്ങനെ ഒരു അസാധാരണക്കാരനായിട്ട് മാറാൻ പറ്റും, ഒരു ഡ്രീം ലൈഫിലേക്ക് നമുക്കെങ്ങനെ എത്താം. 100 BVയുടെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ആർക്കും ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് മാറാം. ഇന്ന് 100 BVയുടെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 7,000 മുതൽ 10,000 രൂപ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ സ്മാർട്ട് വേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം. ലഭിക്കുന്നത് DP പ്രൈസിനാണ്, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ്. MRP പ്രൈസിൽ നിന്നും കുറച്ച് കിട്ടുന്നതുകൊണ്ട് നമ്മളിത് മറ്റുള്ളവരിലേക്ക് സെയിൽ ചെയ്താൽ പോലും അതിൻ്റെ റീറ്റെയിൽ ബോണസായിട്ട് ആ MRPയും DPയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ലഭിക്കുന്നു. പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ 30 ഡേയ്സിനുള്ളിൽ മണി ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി തരുന്നു. നമ്മൾ സേഫാണ്, സെക്യൂർഡാണ്. 1 രൂപ പോലും ക്യാഷായിട്ട് കളക്ട് ചെയ്യുന്നില്ല. ബാങ്ക് വഴി മാത്രമാണ് ട്രാൻസാക്ഷൻ ഉള്ളത്.
സ്മാർട്ട് വേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ വരുമ്പോൾ നമുക്ക് 2 നേട്ടമാണ്. ഒന്ന്, ദിവസ വരുമാനം ലഭിക്കാനുള്ള ഒരു അവസരം കമ്പനി തരുന്നു. ഒരു ദിവസം 30,000 രൂപ വരെ ലഭിക്കാനുള്ള ഒരു അവസരമുണ്ട്. 2, ഈ ഓൺലൈൻ ഷോപ്പിയുടെ ഭാഗമായിട്ട് മാറാനുള്ള ഒരവസരമുണ്ട്. എന്താണ് സ്മാർട്ട് ഷോപ്പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ ഒരു ഡിജിറ്റൽ ആപ്ലിക്കേഷൻ തന്നെയാണ് സ്മാർട്ട് ഷോപ്പിയും. ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇന്ത്യയിൽ ഏത് ബിസിനസ്സും വിജയിക്കുന്നത് കസ്റ്റമറാണ്. ഇന്നിവിടെ ഏറ്റവും കൂടുതൽ സെയിൽ ആമസോണിനാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സും ആമസോണിനായിരിക്കും. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ജ്വല്ലറിക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രോങ് കസ്റ്റമർ ബേസ് ഉണ്ടായിരിക്കുന്നത്. കസ്റ്റമറാണ് ഇവിടുത്തെ ബിസിനസ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും ഡിസ്കൗണ്ട് രൂപത്തിലാണ് കസ്റ്റമറെ അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ സ്മാർട്ട് വേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയ്യുന്നത് ഒരു കസ്റ്റമറെ ഒരു കമ്പനിയുടെ ഭാഗമാക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കമ്പനിയുടെ ഓണർഷിപ്പിലേക്ക് എത്തിക്കുകയാണ്. ഏത് വ്യക്തിക്ക് വേണമെങ്കിലും സ്മാർട്ട് വേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഭാഗമായിട്ട് മാറാം. 20% പ്രോഫിറ്റ് മാത്രമാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. ബാക്കി 80% പ്രോഫിറ്റ് ഈ കമ്പനിക്ക് വേണ്ടി വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്ക് കമ്പനി എത്തിക്കുന്നു. ഒരു ഓൺലൈൻ ഷോപ്പിയുടെ ഭാഗമാവാൻ നമ്മൾ എന്ത് ചെയ്യണം? 3 ക്രൈറ്റീരിയ മാത്രമേ കമ്പനി പറയുന്നുള്ളൂ. അതിൽ ഒരു ക്രൈറ്റീരിയ സ്മാർട്ട് വേ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു 100 BBയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിരിക്കണം. ക്രൈറ്റീരിയ നമ്പർ 1. ക്രൈറ്റീരിയ നമ്പർ 2, കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്പനിയെ സഹായിക്കാം. അതിനാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 ചാനൽ ഉണ്ടായിരിക്കും, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. റൈറ്റും ലെഫ്റ്റുമായിട്ട് 2 ചാനലിൽ നമ്മൾ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് 100 BBയുടെ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് 2 പേരെ പരിചയപ്പെടുത്തുമ്പോൾ 1000 രൂപ കമ്പനി നമുക്ക് കമ്മീഷനായി തരുന്നു. 100 BB മാച്ച് ചെയ്യുമ്പോൾ 1000 rupees കമ്മീഷൻ. 1 BB മാച്ചിങ്ങിന് 10 രൂപ എന്ന തോതിൽ 100 BB മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1000 രൂപ ലഭിക്കുന്നു. പലർക്കും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിൽ തെറ്റുപറ്റുന്നത് ഞാൻ 2 പേരെ ചേർത്താൽ മതിയോ എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. 2 വിങ്ങാണുള്ളത്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഈ വിങ്ങിൽ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എക്സാമ്പിൾ 10 പേരെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ 10 പേരിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നോ അതിനാനുപാതികമായിട്ട് നമുക്ക് വരുമാനം ലഭിക്കും. ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നതെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ആ വ്യക്തി ബിസിനസ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ബിസിനസ് അവിടെ ഡൗൺ ആവും. എന്നാൽ 10 പേരെ പരിചയപ്പെടുത്തുമ്പോൾ അതിലൊരു വ്യക്തി വർക്ക് ചെയ്യാനുള്ള സാധ്യത 10%. ചിലപ്പോൾ 5 പേര് വർക്ക് ചെയ്യുമ്പോൾ 50% സാധ്യതയുണ്ടെങ്കിൽ പോലും 5 പേരുടെ എഫേർട്ട് നമുക്ക് കിട്ടുകയാണ്. ഇതാണ് പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ഒരാളെ പരിചയപ്പെടുത്തിയാൽ മതി. അല്ല, 2 ചാനലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമ്മളൊന്ന് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 20 പേരെയോ 30 പേരെയോ അനായാസം ഈ ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഇന്ന് ഒരു 7000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ഗ്രാം ഗോൾഡ് പോലും കിട്ടാത്തൊരു കാലഘട്ടമാണ്. ഇഷ്ടപ്പെട്ടൊരു മൊബൈൽ ഫോൺ മേടിക്കാൻ പറ്റാത്ത സമയമാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്രൈമറി ബില്ലിന് വരുന്ന ഒരു എമൗണ്ടാണ്. ആ ഒരു എമൗണ്ട് കൊണ്ടാണ് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ടീമിൽ റൈറ്റിൽ 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പും ലെഫ്റ്റിൽ 50 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ട് ഷോപ്പിലേക്ക് നിങ്ങളോ നിങ്ങളുടെ ടീം വഴിയോ 100 കസ്റ്റമേഴ്സിനെ കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ 50 പേർ മാച്ച് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് കമ്പനിയുടെ പേൾ റാങ്ക് അച്ചീവേഴ്സായിട്ട് നമ്മൾ മാറുന്നു. പേൾ റാങ്ക് അച്ചീവറായിട്ട് നമ്മൾ മാറുമ്പോൾ ഈ ഓൺലൈൻ ഷോപ്പിയുടെ 70% പ്രോഫിറ്റിനും കൂടി ഇയർലി നമ്മൾ എലിജിബിൾ ആവുകയാണ്. ഇതാണ് ക്രൈറ്റീരിയ നമ്പർ 2. ക്രൈറ്റീരിയ നമ്പർ 3, ആ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വർഷത്തിൽ ഒരു 3000 രൂപയുടെ പർച്ചേസെങ്കിലും നമ്മുടെ കെയർ ഓഫിൽ നടന്നിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ നടത്തിയിരിക്കണം. നമ്മുടെ ഓൺലൈൻ ഷോപ്പിൽ നിന്നൊരു 3000 രൂപ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട എത്രയോ ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നമ്മൾ മേടിക്കാൻ ഉദ്ദേശിച്ച സാധനം 3000 രൂപയ്ക്ക് വർഷത്തിൽ ഒരു തവണയോ പല തവണകളായിട്ടോ സ്മാർട്ട് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓൺലൈൻ ഷോപ്പിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. ഇതാണ് നമ്മുടെ ബിസിനസ്. സുഹൃത്തെ, ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെങ്കിൽ 1 കോടി കസ്റ്റമർ ബേസുള്ള ഒരു ഓൺലൈൻ ഷോപ്പിയുടെ ടാർഗറ്റിലേക്കാണ് സ്മാർട്ട് വേ മൂവ് ചെയ്യുന്നത്. 2 ലക്ഷം മെമ്പേഴ്സ് ആയി കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഓൺലൈൻ ഷോപ്പിയുടെ ഭാഗമാവാനും അതുവഴി ഡെയിലി 30,000 കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും. എടുക്കുന്ന തീരുമാനമാണ്. ഒന്നും പെർഫെക്റ്റ് അല്ല, നമ്മൾ പെർഫെക്റ്റാക്കി മാറ്റുന്നതാണ്. 100% പെർഫെക്റ്റായ ഒരു മനുഷ്യനും ലോകത്തില്ല. 100% പെർഫെക്റ്റായ ഒരു മതമോ ജാതിയോ രാഷ്ട്രീയ പാർട്ടിയോ ലോകത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ടി മാത്രമേ ലോകത്തുണ്ടാവൂ, ഒരു മതം മാത്രമേ ലോകത്തുണ്ടാവൂ. ആദ്യം അത് മനസ്സിലാക്കുക. നമ്മുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് 100% പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തുന്നത്. നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ വിജയിക്കണമെന്ന് അടങ്ങാത്ത ആഗ്രഹമുണ്ടെങ്കിൽ, 1-2 കൊല്ലം നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ ആഫ്റ്റർ 2 ഇയർ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അനുഭവിക്കുന്ന കാറ്റഗറിയിലേക്ക് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ സാധിക്കും. 2015 ഓഗസ്റ്റ് മാസം ഒരു സാധാരണ ഫാമിലിയിൽ നിന്നും ഇറങ്ങി വന്ന അനീഷ് മേനോൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ കമ്പനിയുടെ 1ാമത്തെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ
എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, അനീഷ, ഇന്ത്യയിൽ ഒരു ഓൺലൈൻ ഷോപ്പിൽ വരിക പ്രാവർത്തികമല്ല, പ്രത്യേകിച്ച് നിന്നെപ്പോലെ ഒരുപാട് ചെറുപ്പക്കാർ കൊണ്ടതും ഈ ഒരു വലിയ ബിസിനസ്സിലേക്ക് ഇറങ്ങുക പ്രാവർത്തികമല്ല. പക്ഷേ ഞാനും എൻ്റെ വേണ്ടപ്പെട്ട കൂട്ടുകാരും സുഹൃത്തുക്കളും ഇത് ഞങ്ങളുടെ ബിസിനസ്സാണെന്ന് ബോധ്യത്തോടുകൂടി ഇറങ്ങി തിരിച്ചപ്പോൾ, നെഗറ്റീവിനപ്പുറം പോസിറ്റീവ് കാണാനുള്ള ഒരു ആർജവം ഞങ്ങൾ കാണിച്ചപ്പോൾ, തള്ളിപ്പറച്ചിലുകളെ ഞങ്ങളൊരു ആവേശമാക്കിയെടുത്തപ്പോൾ, അവഗണനകളിൽ പോലും ഞങ്ങൾ അവസരങ്ങളെ കണ്ടെത്തിയപ്പോൾ, ജീവിതത്തിൽ വിജയിക്കണമെന്ന ഉറച്ച തീരുമാനവുമായി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ 2016 ഡിസംബർ മാസം 30 സ്മാർട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്യാനും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 2 ലക്ഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സുള്ള കമ്പനിയാക്കി മാറ്റാനും മലയാളം മാത്രം സംസാരിക്കാൻ അറിയുന്ന എനിക്ക് 20ഓളം സ്റ്റേറ്റുകളിൽ എൻ്റെ ബിസിനസ് വ്യാപിക്കാനും സാധിച്ചു. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പൊസിഷനായ ഒരു ക്രൗൺ അംബാസഡർ റാങ്ക് എനിക്ക് ടച്ച് ചെയ്യാനും സാധിച്ചു. ഇന്ന് ഈ ബിസിനസ്സിലൂടെ ഒരു ചെറിയ സ്വപ്നവുമായി വന്ന എന്നെ സംബന്ധിച്ച് ഒരു ബെൻസിലേക്കും ഒരു മിനി കൂപ്പറിലേക്കും ഒരു ലാൻഡ് ക്രൂയിസറിലേക്കും എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. സുഹൃത്തെ, ഒരു സാധാരണക്കാരന് വിജയിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ ഞാനെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റും. ഇതേപോലുള്ള ആയിരക്കണക്കിന് 10,000-കണക്കിന് ചെറുപ്പക്കാരുടെ ജീവിതമാണ് സ്മാർട്ട് വേ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാറ്റിമറിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും 1000 വിജയാശംസകൾ.